സുജാതൻ, ഈ തിരുവനന്തപുരത്ത് നമ്മൾ വടകര ചർച്ച ചെയ്ത പോലെ തന്നെ ഒരു കടുത്ത മത്സരം നടക്കുന്ന കേരളത്തിലൊരു മണ്ഡലമാണ് തിരുവനന്തപുരം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ BJPയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികൾ ഏതാണ്ടൊക്കെ ഒരേ തലത്തിൽ നിൽക്കുന്ന ആളുകളാണ്. ഒരാൾ മന്ത്രിയായിരുന്നു നേരത്തെ, ഒരു ഡിപ്ലോമാറ്റിക് ബാക്ക്ഗ്രൗണ്ട്. അതെ, മറ്റേ ആളിപ്പോൾ മന്ത്രിയുമാണ്. ഒരാൾ മന്ത്രിയുമാണ്. പിന്നെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അറിവുണ്ട്. അക്കാഡമിക് ബ്രില്യൻസ് ഒക്കെ ഉള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ അവരിൽ ആരെ തിരഞ്ഞെടുക്കും എന്ന ആശയക്കുഴപ്പം വോട്ടർമാർക്ക് ചിലപ്പോൾ ഉണ്ടാകാം. എങ്കിൽ ഈ പന്നിൻ രവീന്ദ്രൻ അവിടെ ഒരു സ്ഥാനം ഇല്ല എന്ന് ചിലർ പറയുന്നതിൽ വല്ല കഥയുണ്ടോ? ആര് ജയിക്കും എന്നാണ് സുജാതന് തോന്നുന്നത്? ഇവരിൽ ഒരാളെ ജയിക്കും. ഞാൻ ഒരു മനുഷ്യനെന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ 3 പേരും ജയിക്കണം എന്നെനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ അതിന് സാധ്യതയില്ലല്ലോ. 2 ധനാഢ്യന്മാരും പ്രോളിറ്റേറിയറ്റുമാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 50 വർഷം മുമ്പുള്ള രാഷ്ട്രീയത്തിലാണ് പന്നിയൻ രവീന്ദ്രനായിരുന്നു പൊതുപിന്തുണ കൂടുതൽ കിട്ടുക. ഒരു അയ്യോഭാവത്വം അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തിനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനുമുണ്ട്. പക്ഷേ തിരുവനന്തപുരം പോലെയുള്ള ഒരു മണ്ഡലത്തിൽ അത് വിലപ്പോവില്ല. ശശി തരൂരിൻ്റെ തുടർച്ചയായിട്ടുള്ള വിജയം, 4ാം തവണ അദ്ദേഹം മത്സരിക്കുകയാണ്, വിജയത്തിനായി മത്സരിക്കുകയാണ്. മുമ്പൊന്നുമില്ലാത്ത ഒരു വലിയ ശക്തമായ എതിരാളിയെയാണ് ഇപ്പോഴദ്ദേഹത്തിന് BJP സ്ഥാനാർത്ഥിയായി ലഭിച്ചിട്ടുള്ളത്. അവർ തമ്മിലുള്ള ബലാബല പരീക്ഷണത്തിൻ്റെ ഇടയിൽ CPIയുടെ പന്നിയൻ രവീന്ദ്രൻ ഒരു പ്രസക്തനായ സ്ഥാനാർത്ഥിയാണോ എന്ന് പോലും നമ്മൾ സംശയിക്കുന്നു. അത് നമ്മുടെ മാറിയ കാലത്തിൻ്റെ രാഷ്ട്രീയ സവിശേഷതയായിടുക. പക്ഷേ ഈ ത്രികോണ മത്സരത്തിൽ ആര് ജയിച്ചാലും അതിന് തിരുവനന്തപുരം മണ്ഡലത്തിന് അനുഗുണമായ ഒരു ഭാവി ഉണ്ടാകണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കണം. അതേസമയം ശശി തരൂർ അവിടുന്ന് വീണ്ടും ജയിച്ചു പോയി പ്രതിപക്ഷത്തെ ഒരു വലിയ ശബ്ദമായിട്ട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാകും. ശശി തരൂരിന് അദ്ദേഹത്തിൻ്റെ പാർട്ടി പോലും അംഗീകരിച്ചിട്ടില്ലാത്ത ഒരാളാണ്. മല്ലികാർജുൻ ഖാർഗെയോട് AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ദയനീയമായി തോറ്റയാളാണ്. അദ്ദേഹത്തിനെതിരെ വേണമെങ്കിൽ അദ്ദേഹത്തോട് പ്രിയം ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ്സിലുണ്ട് എന്ന് പറയുന്ന ഈ ഹൈക്കമാൻഡിന് മല്ലികാർജുനെ സ്ഥാനാർത്ഥിയാക്കാതെ ശശി തരൂർ ഒരു നല്ല നേതാവായിരിക്കും എന്നവർക്ക് കരുതാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്നൊരു പ്രസിഡൻറ്റിനെ കോൺഗ്രസ്സിന് കിട്ടിയേനെ. പക്ഷേ ആ തരത്തിൽ ആലോചിക്കുമ്പോൾ ശശി തരൂരിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നുള്ള പിൻബലം വളരെ ദുർബലമാണ്. അങ്ങനെയുള്ള ഒരു നേതാവ്, ഒരു പ്രതിപക്ഷ നേതാവായിട്ട് നല്ല പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ ശോഭിച്ചിട്ടുള്ള ഒരാൾ പ്രതിപക്ഷത്തിൽ നിന്ന് ഇരുന്നു മോഡി സർക്കാരിനെ നിശിതമായി വിമർശിക്കുന്ന ഒരാളായി മാത്രം നിലനിൽക്കേണ്ടി വരും. അതേസമയത്ത് ചന്ദ്രശേഖർ പോവുകയാണെങ്കിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം നഗരത്തിന്, പ്രത്യേകിച്ച് വിഴിഞ്ഞം പദ്ധതി വരുന്നു, കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് പുതിയ സിറ്റി രൂപപ്പെടുന്നു, പടിഞ്ഞാറേ നഗരത്തിൻ്റെ സിറ്റിയുടെ പടിഞ്ഞാറേ ഭാഗം ഏകദേശം ഇങ്ങനെ ആറ്റിങ്ങൽ വരെ ഒരു അർബൻ യൂണിറ്റായി വളരുകയാണ്. ഭാവി വികസന സാധ്യത ഈ തുറമുഖത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വിവരണാതീതവുമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് രാജീവ് ചന്ദ്രശേഖർ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും ഗുണകരമായിരിക്കും. അതെ, തിരുവനന്തപുരത്തെ ജനങ്ങൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത് നമ്മൾ ഏതായാലും നമുക്ക് ഇതുവരെ ലഭ്യമായ വിവരം വെച്ച് ഇവർ തമ്മിലൊരു നെക്ക് ഫൈറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതാനും ഫ്രാക്ഷൻ്റെ വ്യത്യാസത്തിൽ ഇതിൽ 2-ൽ ഒരാൾ മുന്നിൽ പോകാം. പന്നിയൻ രവീന്ദ്രൻ്റെ ഒരു ദയനീയമായ 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത്.
അതിലൊരു നിർണായക ഘടകമായി വരുന്നത് ഈ ക്രിസ്ത്യൻ വോട്ടുകളായിരിക്കും തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് ആ തീരദേശ നേരത്തെയൊക്കെ BJPയുമായിട്ട് കഴിഞ്ഞ തവണത്തെ ശശി തരൂരിൻ്റെ ഫൈറ്റ് വന്നപ്പോൾ അവസാനം എണ്ണിയ തീരദേശ റൂറൽ വോട്ടിൻ്റെ പിൻബലമായിരുന്നു ശശി തരൂരിന്. ഇത്തവണ അത് അങ്ങനെ തന്നെ ആയിരിക്കാനാണോ സാധ്യത? അങ്ങനെ ആകാൻ സാധ്യതയില്ല. അവിടെ ഇങ്ങളിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഒന്നാമത് പിന്നെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ ആശ്രയിക്കുന്നത് കൊണ്ട് തീരദേശത്തിന് വലിയ പ്രയോജനമില്ല. അതില്ല. ശശി തരൂരെന്ന് വ്യക്തിപരമായി അവരോട് ഒരു ആഭിമുഖ്യം തോന്നത്തക്ക തരത്തിലുള്ള ബന്ധവും അദ്ദേഹത്തിൻ്റെ 15 വർഷത്തെ പ്രവർത്തനത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. കാര്യമായി ഒരു ശശി തരൂരിൻ്റെ ഈ MP എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന എന്താണ് അവിടെ എടുത്തു പറയത്തക്ക ഒരു സംഭാവന? അദ്ദേഹം മന്ത്രിയായിരുന്നു കുറച്ചു കാലം മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയിൽ. അത് പിന്നെ വകുപ്പ് മാറുകയും വിദേശകാര്യ സഹമന്ത്രിയാവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ഒരു വലിയ സംഭാവന തീരദേശത്തിന് ലഭിച്ചില്ല. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ദേശത്തിനും എന്നല്ല പൊതുവെ മണ്ഡലത്തിനും കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ തരൂരിനെ ചുറ്റിപ്പറ്റി ഉയർന്നിട്ടുള്ള ഒട്ടേറെ വിവാദങ്ങളുണ്ട്. അത് ഒക്കെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏതായാലും ഇതെല്ലാം പരിശോധിക്കപ്പെടും. ഇപ്പോഴും ഒരു പഴയ മീട്ടു ഉയർന്നു വന്നിട്ടുണ്ട്. പുസ്തക പ്രകാശനത്തിൽ ഡൽഹിയിൽ വെച്ച് നടന്ന അതൊക്കെ തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ വരാം. അപ്പോൾ അത് പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാരെ അത് സ്വാധീനിക്കാം. അങ്ങനെ ഒരു താരതമ്യം നടത്തുമ്പോഴും സ്വീകാര്യനാകുന്നത് രാജീവ് ചന്ദ്രശേഖരാണ്. അപ്പോൾ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് ഗ്രൗണ്ട് ലെവലിൽ ആ തരം ചില പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട്. ശശി തരൂർ ഇതിനെല്ലാം മറികടക്കുന്ന തരത്തിലൊരു രാഷ്ട്രീയ പിൻബലം ആർജിച്ചിട്ടുണ്ടോ? ശശി തരൂർ ആദ്യം മത്സരിക്കാൻ വന്നപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം പുറംതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. കാരണം പ്രാദേശികമായി പല കോൺഗ്രസ്സുകാരുടെയും കിനാവ് ദുസ്വപ്നമാക്കിക്കൊണ്ടാണ് അദ്ദേഹം വന്നത്. VS ശിവകുമാർ, അന്ന് G കാർത്തികേയൻ ജീവിച്ചിരിക്കുന്നു. ഇവർക്കൊന്നും ശശി തരൂരിൻ്റെ ഇറക്കുമതി അത്ര ഇഷ്ടപ്പെട്ടില്ല. അതൊരു പോയിൻ്റാണ്. എന്താണെന്ന് വെച്ചാൽ അന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായിട്ട് മത്സരിക്കാൻ കോൺഗ്രസ് തന്നെ തിരഞ്ഞെടുത്തിരുന്നതാണ് അദ്ദേഹത്തിന്. അത് ജയിക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷെ ഒരു ക്വിറ്റ് പ്രോക്കോ പോലെ പിന്നെ ഇവിടെ സ്ഥാനാർത്ഥി ആക്കുക എന്നുള്ളതാണ്. അപ്പം അത് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ വന്നുകൊണ്ടാണ് അന്ന് പ്രവർത്തകർക്കൊക്കെ അകൽച്ചയൊക്കെ ഉണ്ടായത്. ഇപ്പോഴാണെങ്കിൽ ആ ഹൈക്കമാൻഡിൽ നിന്ന് അദ്ദേഹത്തിനാണ് അകൽച്ച ഉണ്ടായിരിക്കുന്നത്. അതെ. അത് മാത്രമല്ല, കോൺഗ്രസിൻ്റെ കാലത്തെയും ഒരു വലിയ വിമർശകനായിരുന്നു ശശി തരൂർ. ന്യൂയോർക്ക് നെഹ്റുവിൻ്റെ ഒക്കെ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വലിയ ഗുരുതരമായ പരാമർശമുണ്ട്. അദ്ദേഹം ഒരു CPI കാരനായിട്ടായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് ചായവിൽ സംസാരിക്കുകയും അന്ന് നവയുഗത്തിലൊക്കെ ആയിരുന്നു. ഞാൻ ആ ശശി തരൂരിനെ കുറിച്ച് വായിച്ച ആദ്യത്തെ ആർട്ടിക്കിൾ നവയുഗത്തിലാണ്. അന്ന് ശശി തരൂർ ഒരു പയ്യനാണായിരിക്കണം. അപ്പോൾ ആ ശശി തരൂർ എന്ന പേരിൽ അന്ന് മറ്റേ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ അദ്ദേഹം ആരെയോ പോയി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, മാഗസിൻ എഡിറ്ററായിട്ടെന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഇടതുപക്ഷ ചായവുള്ള മനുഷ്യനായിട്ടാണ് ശശി തരൂർ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് മഹാഭാരതം വരുന്നു, ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ ഒക്കെ വരുന്നു. അതൊക്കെ വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്കോളർലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ UN പിന്നെ കോഫി അണ്ണൻ്റെ പിൻഗാമിയാകും എന്ന കോഫി അണ്ണൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചില സമാധാന ദൗത്യങ്ങൾ ഏറ്റെടുക്കുകയും സദ്ദാം ഹുസൈൻ്റെ ഇഷ്യൂവിലൊക്കെ ഇടപെടുന്ന ഒരാളായി അറിയപ്പെടുകയൊക്കെ ചെയ്തു. അപ്പം നമുക്ക് ഇദ്ദേഹത്തെ നമ്മൾ ഡിപ്ലോമാറ്റിക് സർക്കിളിൽ ആ തരത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അദ്ദേഹം ഡൽഹിയിൽ വരുന്നു, സോണിയാഗാന്ധിയെ കാണുന്നു, കോൺഗ്രസ്സിൽ അംഗമാകുന്നു, തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാകുന്നു. ഇതിന് അദ്ദേഹത്തിന് വേണമെങ്കിൽ CPIയിലൂടെയും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകുന്നതിന് വിരോധമില്ലാത്ത ആളാണ്. അതിനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ പ്രകാശ് കാരോട്ടോ മറ്റോ ആണ് അദ്ദേഹത്തെ തിരിച്ച് ഉപദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നീ ഒരു കമ്മ്യൂണിസ്റ്റ് അംഗമായിട്ട് ഒരുപക്ഷെ ജയിച്ച് വന്ന് സഭയിലിരുന്നിട്ടെന്ത് കാര്യം, കോൺഗ്രസ്സിൽ പോവുകയാണെങ്കിൽ
അധികാര മണ്ഡലത്തിലെത്താം. അതിനുള്ള മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ ശശി തരൂര് ഈ സ്ഥാനാർത്ഥികളെ പറ്റിയൊക്കെ പറയുമ്പോൾ, കേരളത്തിലെ മൊത്തം സ്ഥാനാർത്ഥികളെ പറ്റിയൊക്കെ പറയുമ്പോഴും വിശ്വപൗരൻ ആണെന്നാണ് അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. അതെന്താണ് സംഭവം എന്നുള്ളതൊന്നും അത്ര വ്യക്തമല്ല. ഈ രാജീവ് ചന്ദ്രശേഖറും ഒരു വിശ്വപൗരനാണോ അല്ലയോ? ഇത് VK കൃഷ്ണനെ കുറിച്ച് പണ്ട് പറഞ്ഞു. അപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുക, അവിടെ ഇരുന്ന് ഇന്ത്യയെക്കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്യുന്നവരെല്ലാം ഇന്ത്യക്കാരായ വിശ്വപൗരന്മാരായിട്ട് കരുതുന്നത്. ഇതിങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയതുകൊണ്ടാണ്. ഇദ്ദേഹം UN പ്രവർത്തിച്ചു, രാജീവ് ചന്ദ്രശേഖർ അമേരിക്കയിൽ ജോലി ചെയ്തു. അപ്പോൾ ഇത് ഇന്ത്യക്ക് വെളിയിൽ പോയി വരുന്നവരെല്ലാം വിശ്വപൗരൻ എന്ന് പറയാം. നമുക്കും ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വേണമെങ്കിൽ അങ്ങനെയൊന്ന് അവകാശപ്പെടാം. അതൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമായിട്ടിരിക്കട്ടെ. നമുക്ക് തിരുവനന്തപുരത്തെ ജനങ്ങൾ ഇവരുടെ കഴിവിനെ എങ്ങനെ മാറ്റുരയ്ക്കും, അതിന് ഏത് തരത്തിലുള്ളൊരു തീരുമാനമെടുക്കും. അപ്പോൾ ശശിയുടെ ട്രാക്ക് റെക്കോർഡാണോ പരിശോധിക്കുന്നത്, രാജീവ് ചന്ദ്രശേഖരിൽ അർപ്പിക്കുന്ന പ്രതീക്ഷയ്ക്കാണോ മുൻതൂക്കം? ഇതായിരിക്കും പ്രധാനമായ. അവിടെ സാധാരണ തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ നായർ വോട്ടിലൊരു ഡിവിഷൻ ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് തമ്മിൽ വരാൻ സാധ്യതയില്ലേ? അല്ല, രണ്ടുപേരെയും ആ തരത്തിൽ പറഞ്ഞാൽ നായർ സമുദായത്തിൽ നിന്നുള്ള ആളുകളാണല്ലോ. പിന്നെ സുകുമാരൻ നായർ ഇത്തിരി ജാതി മുമ്പ് ശശി തരൂരിനെ വേണ്ടായിരുന്നു, പിന്നീട് അവിടെ പോയി പ്രസംഗിച്ചു. ഡൽഹി നായരാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ ഡൽഹി നായരല്ല, അദ്ദേഹം തിരുവനന്തപുരം നായരാണെന്ന് പറഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരം നായരായാലും വേറൊരു പ്രശ്നമുണ്ട്, അത് നെയ്യാറ്റിൻകര നായരായിരിക്കണം. സിറ്റി നായരായാൽ പോരല്ലോ. സിറ്റിയിലെ നായന്മാർ NSSൻ്റെ അനുയായികളാകാൻ ഇഷ്ടപ്പെടാത്തവരാണ്. അതുകൊണ്ട് തിരുവനന്തപുരം റൂറൽ നായന്മാരാണ്. അത് കൂടുതലും ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ്. പിന്നെ കുറേ ആളുകൾ റൂറലിലും ഉണ്ട്. ഇപ്പം പാറശാല പോലെയുള്ള പ്രദേശങ്ങൾ. നേരത്തെ ചോദിച്ച ക്രിസ്ത്യൻ വോട്ട്, നാടാർ ക്രിസ്ത്യൻ വോട്ട്, അത് വളരുന്നതാണ്. പിന്നെ ലാറ്റിൻ വോട്ട്, ഇത് രണ്ടും നിർണായകമാണ്. ഇത് ശശിക്ക് അനുകൂലമായിരുന്നു ഇത്ര കാലം. അതിൽ ഒരു സംഭവം വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വിഴിഞ്ഞം മറ്റേ തുറമുഖം വന്നല്ലോ, അദാനി. അതെ. അപ്പോൾ ആ ലാറ്റിൻ വോട്ടുകളുടെ അകത്ത് ഒരു മുമ്പ് ഉണ്ടായിരുന്ന പോലത്തെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറയപ്പെടുന്നു. കാരണം ബിഷപ്പിൻ്റെ കൂടെ നിൽക്കുന്ന അൽമായരും അദാനിയുടെ കൂടെ നിൽക്കുന്ന അൽമായരും എന്ന് പറഞ്ഞിട്ടൊരു ഡിവിഷൻ വന്നിട്ടുള്ളതായിട്ടാണ് പറയുന്നത്. അത് സത്യമാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് ആ ഭാഗത്ത് കുറച്ച് ഗുണം കിട്ടും. അതെ അതെ അതെ. അദാനിയെ അനുകൂലിക്കുന്നവർ അദ്ദേഹത്തോടൊപ്പം ചേരും. അതെ. ബിഷപ്പിൻ്റെ കൂടെ ഉള്ളവർ ശശിക്ക് അനുകൂലം. അത് ചർച്ച ചെയ്യുമ്പോൾ പക്ഷേ അദാനി കൂടുതൽ ചേർന്ന് നിൽക്കുന്ന തരൂരിനോടാണെന്ന് പറയുന്നവരും ഉണ്ട്. അദാനിയെ വിമാനത്താവളത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് വിഴിഞ്ഞം കാണിച്ചു കൊടുത്തത് ശശിയാണെന്ന് കഴിഞ്ഞ ദിവസം താങ്കൾ പറയുകയുണ്ടായിരുന്നു. അപ്പം ഈ അദാനിയേക്കാൾ പ്രധാനം തിരുവനന്തപുരത്തെ വോട്ടർമാരുടെ തീരുമാനമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ വോട്ടർമാരുടെ ഈ രണ്ടിലെ ഒരാളെ ആയിരിക്കും തിരഞ്ഞെടുക്കുക. ഏതായാലും പന്ന്യൻ രവീന്ദ്രൻ അല്ല എന്ന് നമ്മൾ ഉറപ്പിച്ച പോലെയാണ് സംസാരിക്കുന്നത്. പക്ഷേ പന്ന്യൻ രവീന്ദ്രനെ നമ്മൾ ഉറപ്പിക്കാത്ത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ആളാണ്, നല്ല ശുദ്ധാത്മാവൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതാണ്. പന്ന്യൻ രവീന്ദ്രൻ ആ സീറ്റിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. അതെ. പക്ഷെ അദ്ദേഹത്തിന് ഇത്തവണ സ്ഥാനാർത്ഥിയാകാനായിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള അദ്ദേഹം ഇപ്പോൾ ഈ പ്രചരണ രംഗത്ത് നിന്ന് കൊടുക്കുന്ന അഭിമുഖങ്ങളിലും ആവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയിടുന്നതിൽ അങ്ങനെ എന്തോ ശശി തരൂർ പറഞ്ഞപ്പോൾ അതിനെതിരെ പന്ന്യൻ രംഗത്ത് വരികയും ചെയ്തു. ഒരു മൂന്നാം സ്ഥാനത്തേക്ക് പോവും, അദ്ദേഹത്തിന് പരിഗണിക്കേണ്ടതില്ല എന്ന് ശശി തരൂർ പറഞ്ഞപ്പോൾ അതിനെതിരെ രംഗത്തും വന്നു. പിന്നെ CPI അവിടെ പേയ്മെന്റ് സ്ഥാനാർത്ഥിയൊക്കെ നിർത്തിയിട്ടുണ്ടല്ലോ. ഉണ്ട്. ഒരുപാട് പേര് ദോഷം, രാഷ്ട്രീയമായി ഒരുപാട് ദുഷ്പേര് സമ്പാദിച്ചിട്ടുണ്ട് ലോക്കൽ CPI. അതുമാത്രമല്ല, അത് CPM-ന് അവിടുത്തെ CPI സ്ഥാനാർത്ഥിയോട് പണ്ടും വലിയ താല്പര്യമില്ല. അത് ശിവൻകുട്ടിയും പിന്നെ കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ തീരുമാനിക്കുന്ന ഒരു ലെവലിലാണ് പോകുന്നത്. ഏതായാലും
തിരുവനന്തപുരം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും. അതെ അതെ അതെ, നല്ലത് എന്തെങ്കിലുമൊക്കെ കേന്ദ്രത്തിൽ ചെയ്യാൻ കഴിവുള്ളത് മന്ത്രിയാകുന്ന ആളും രാജീവ് ചന്ദ്രശേഖറാണ്, അക്കാര്യത്തിൽ സംശയമില്ല. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.